അസ്സലാമു അലൈക്കും. ജമാൽ സൗദിയിലേക്ക് തിരിച്ചു പോവുകയാണ്. സാധാരണ പോകുന്നത് പോലെയുള്ള ഒരു പോക്കായിരുന്നില്ല അത്. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, ഒന്നും കൊണ്ടുപോകുന്നതും ഇല്ലായിരുന്നു. എന്നാലും ഒരു രണ്ടാളൊന്ന് വന്നു നോക്കിയത് പോലില്ലല്ലോ. നബീസ് പറഞ്ഞത് സെലീനയും ലൈലയും പറ്റിയാണെന്ന് ആബിദക്ക് മനസ്സിലായി. അത് ശരിയാണ് എന്ന അർത്ഥത്തിൽ അവർ തലയാട്ടി. ഇനി ജമാൽ പോകുന്ന കാര്യം പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ പോയപ്പോൾ അവരോട് പറഞ്ഞതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരൊന്ന് വന്നു നോക്കേണ്ടതല്ലേ? എന്ത് പറയാനാണ്, എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങൾ. ആബിദ പതിയെ ഉമ്മയെ മൂർച്ച കൂട്ടി. ഉമ്മ അവരെ ചീത്ത പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് കരുതി തന്നെയായിരുന്നു അത്. എന്തായാലും ജമാൽ പോട്ടെ, എന്നിട്ട് വേണം എനിക്ക് ചോദിക്കാൻ. മകളുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ നബീസും ഉഷാറായി. കുറേ നേരമായില്ലേ ഇറങ്ങുന്നു പറയുന്നു. വണ്ടിയും വന്നു, എന്താ ജമാൽ വരാത്തത്? ഉമ്മ ചോദിച്ചത് കേട്ട് ആബിദ ചിരിച്ചു. സമയമാവുന്നതേ ഉള്ളുമ്മ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അവരുടെ നിക്കാഹ് ഇപ്പോൾ കുറച്ചായിട്ടില്ലുള്ളൂ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് രണ്ടുപേരും പിരിഞ്ഞു പോവല്ലേ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ഉമ്മ വെറുതെ ധൃതി കൂട്ടണ്ട, അവൻ വന്നോളും. നബീസ് ഒന്നും മൂളി. ഇനി ജമാൽ പോയാൽ കൂടെ അവൾ ഇറങ്ങില്ലേ? അവളെ വീട്ടിലേക്ക് പോവാണല്ലെന്നല്ലേ പറഞ്ഞത്? ആബിദ ചോദിച്ചു. അതേ എന്നർത്ഥത്തിൽ നബീസു തലയാട്ടി. അവൾ പോകുന്ന തന്നെയാണ് നല്ലത്. അവളും ഞാനും കൂടി ജമാൽ ഇല്ലാതെ ഈ വീട്ടിൽ ഒരുമിച്ച് നടക്കൂല. എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുമല്ലോ. അത് കൊള്ളാം. ഞാൻ കരുതി ഉമ്മ അവളെ പോവാൻ സമ്മതിക്കൂല എന്നാണ്. അവൾ കൂടി പോയാൽ ഉമ്മാക്ക് പിന്നെ ഇവിടെ ആരുണ്ട്? ഉമ്മ ഒറ്റയ്ക്ക് നിൽക്കുമോ? ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കാനൊന്നും എനിക്ക് പറ്റൂല. അവിടെ ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളതാണ്. അപ്പോഴാണ് നബീസു അക്കാര്യം ഓർക്കുന്നത്. കൃത്യം 5 മണിക്ക് തന്നെ ജമാൽ വീട്ടിൽ നിന്നും ഇറങ്ങും. അവൻ്റെ കൂടെ ജാസ്മിനും പോകും. എയർപോർട്ടിൽ നിന്നും അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് ജമാൽ പറഞ്ഞത്. അവൻ അത് പറഞ്ഞപ്പോൾ താൻ സമ്മതിക്കുകയും ചെയ്തു. അവളുടെ വെറുപ്പിക്കൽ സഹിക്കേണ്ടി വരില്ല എന്ന സന്തോഷത്തോടെയായിരുന്നു അത് സമ്മതിച്ചത്. പക്ഷേ അവൾ പോയാൽ ആബിദയും പോവും. ഈ വീട്ടിൽ പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ എന്ന ചിന്ത നബീസുവിനെ ശരിക്കും അലട്ടി. ഉമ്മ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇവിടെ ഉമ്മയുടെ 2 മരുമക്കൾ കൂടി ഇല്ലേ? ഓരോ ദിവസവും അവർ വീട്ടിൽ മാറി മാറി താമസിക്കാം. ഞാൻ വരുന്ന ദിവസം ഇങ്ങോട്ട് വരിക. പകൽ മുഴുവൻ ഉമ്മാക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. കിടക്കാൻ മാത്രം പോയാൽ മതി. ഞാൻ പോവില്ല അങ്ങോട്ടൊന്നും. എൻ്റെ പട്ടി പോവും. എന്നാൽ പിന്നെ ഉമ്മാൻ്റെ പട്ടിനെ പറഞ്ഞാളേ. ആബിദയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. എന്ത് സംഭവിച്ചാലും ഉമ്മ വീട് വിട്ട് അങ്ങോട്ട് പോകില്ല എന്ന് അവൾക്ക് തോന്നി. എല്ലാ ഉമ്മമാരും അങ്ങനെയാണ്. അവർ താമസിക്കുന്ന വീട് വിട്ട് മറ്റുള്ള മക്കളുടെ വീട്ടിലേക്ക് പോകാൻ പലർക്കും മടിയാണ്. ഞാൻ ഓരോരുത്തരോട് ഇവിടെ വന്ന് താമസിക്കാൻ പറയും. ഒരാഴ്ച ഒരാളും അടുത്ത ആഴ്ച മറ്റേയാളും താമസിക്കട്ടെ. അതൊന്നും നടക്കുന്ന കാര്യമില്ല ഉമ്മ. ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉപ്പ ചികിത്സക്കായി വയനാട്ടിലേക്ക് പോയില്ലേ? ജാസ്മിൻ കൂടി പോയാൽ ഉമ്മ പിന്നെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ പിന്നെ അവരെ വീട്ടിലേക്ക് പോവുക തന്നെയാണ് നല്ലതുമ്മ. ഞാൻ എന്നെ വീട്ടിലേക്ക് പോയിക്കോളാം. എന്നെ നോക്കാം, അവിടെ ആൾക്കാരുണ്ട്. നബീസുവിൻ്റെ വാക്കുകൾ കേട്ട് ആബിദ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അവിടെയുള്ള ഒരാൾക്ക് പോലും ഉമ്മ അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല. അത് തനിക്കറിയാം. അമ്മായിമാരും മക്കളുമൊക്കെ അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മൂത്ത നാത്തൂൻ എന്ന നിലയിൽ അമ്മായാർ അങ്ങനെയൊന്നും പറയാറില്ല എന്നുള്ളൂ. എപ്പോഴെങ്കിലും പോയി തിരിച്ചു പോരുന്നത് പോലെയല്ല സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നത്. ഉമ്മാൻ്റെ സ്വഭാവം കുത്തുവാക്കുകളൊന്നും അവിടെ ഇഷ്ടമല്ല. എന്നാൽ ഉമ്മാനോട് അത് തുറന്നു പറയാനുള്ള ധൈര്യം ഓൾക്കില്ല. ഉമ്മാൻ്റെ വിചാരം അവിടെ ഉമ്മാക്ക് നല്ല സ്ഥാനം ഉണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഉമ്മയല്ലാത്ത എല്ലാവർക്കും അറിയുകയും ചെയ്യും. അല്ല ആബിദ, ഈ എന്തെങ്ങനെ ആലോചിച്ച് കളിക്കണത്? മകൾ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് മനസ്സിലായതും നബീസു ദേഷ്യത്തോടെ ചോദിച്ചു. അതോടെ ആബിദ മൗനം പാലിച്ചു. ഇനി ഉമ്മയെ കളിയാക്കി നിന്നാൽ സംഗതി കൈവിട്ടു പോകുമെന്ന് അവൾക്ക് തോന്നി. ആ ജമാൽ എപ്പോഴാണ് അവ കെട്ടിയൊരുങ്ങി വരുന്നത്? ആബിദയോടുള്ള ദേഷ്യം മുഴുവനും ആ ചോദ്യത്തിൽ കാണാമായിരുന്നു. ഇതേസമയം ജാസ്മിനും ജമാലും സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. നീ എൻ്റെ കൂടെ കാറിൽ എയർപോർട്ടിലേക്ക് വരുന്നു. നമ്മൾ പോകുന്ന കാറിൽ തന്നെ നീ നിൻ്റെ കസിൻ്റെ അടുത്ത് നിന്നെ ഇറക്കി തരും. ലീവ് തീരുന്നത് വരെ ഇനി നീ അവിടെ താമസിച്ചാൽ മതി. നിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിർത്തി പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നീയും ഉമ്മയും തമ്മിൽ ചേരൂല. ജാസ്മിൻ ആശ്വാസത്തോടെ തലകുലുക്കിയാൽ സമ്മതിച്ചു. ഇനി ജമാൽ എങ്ങാനും അവിടെ പോയി താമസിക്കേണ്ട എന്ന് പറയുമോ എന്നായിരുന്നു അവരുടെ ഭയം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല.
ഇന്ന് രാത്രിയോടെ ഖാലിദ് കോഴിക്കോട്ടെ ഫ്ലാറ്റിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മാത്രം മതി. ആ ആയിക്കോട്ടെ, എല്ലാം ഇക്കയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവൾ പറഞ്ഞത് കേട്ട് ജമാൽ സന്തോഷത്തോടെ അവളുടെ നെറ്റിയിൽ പിടിച്ച് ചുംബിച്ചു. ജാസ്മിൻ്റെ കാര്യം എന്താവുമെന്നതായിരുന്നു അയാളുടെ ഭയം. താൻ പോകുന്ന സമയം തന്നെ അവളെയും പറഞ്ഞയക്കാൻ ഉമ്മ സമ്മതിക്കുമെന്ന് അയാൾ ഒട്ടും കരുതിയില്ല. ഉമ്മയെ തനിച്ച് എന്ത് ചെയ്യുമെന്ന ചിന്ത അയാളെ അലട്ടിയതേയില്ല. ഉമ്മാക്ക് വേണമെങ്കിൽ ഇത്തമാരുടെ അടുത്തേക്ക് പോകാലോ എന്ന് അയാൾ കരുതി. 3 വീടുകളും ഒരേ കോമ്പൗണ്ടിലായതുകൊണ്ട് ദൂരേക്കൊന്നും പോവുകയും വേണ്ട. അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവൾ ചോദിച്ചത് കേട്ട് അയാൾ തലയാട്ടി. എന്നാ വാ, വേഗം ഇറങ്ങാൻ നോക്കാം. ഇനിയും വൈകിയാലേ എയർപോർട്ടിലെത്താൻ ലേറ്റാവും. ജാസ്മിൻ ഓർമ്മിപ്പിച്ചത് കേട്ട് അയാൾ തലകുലുക്കി. ജാസ്മിൻ തന്നെയാണ് പാസ്പോർട്ടും മറ്റു രേഖകളും എല്ലാം എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തത്. അയാൾ അതെല്ലാം ബാഗിലേക്ക് വെച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡ് ബാഗുമായി അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ലഗേജ് നോക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇക്കമാർക്ക് കൊണ്ടാവുള്ളതും മളിയന് കൊണ്ടാവുള്ളതും എല്ലാം ഓല് കെട്ടിത്തരും. അയാൾ സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് അവൾ തലകുലുക്കി. 2 പേരും താഴേക്ക് ചെന്നു. ഉമ്മയോടും ആബിദയോടും മക്കളോടും യാത്ര പറഞ്ഞ് അയാൾ വണ്ടിയിൽ ചെന്ന് കയറി. പോകുന്നതിന് മുമ്പ് ആബിദയുടെ മക്കൾക്ക് 500 രൂപ വീതം കൊടുക്കാൻ അയാൾ മറന്നില്ല. അത് കണ്ടതോടെ ആബിദയുടെ മുഖം തെളിഞ്ഞു. പെട്ടെന്നുള്ള പോക്ക് ആയതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത്. ഈ പോക്ക് നടക്കുമോ എന്ന കാര്യം തന്നെ ഉറപ്പില്ലായിരുന്നു. അതൊന്നും സാരില്ല, ആബിദ അവനെ ആശ്വസിപ്പിച്ചു. നീ എത്രയും പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഞങ്ങൾക്ക് വരാനുള്ള ഏർപ്പാടുകൾ കൂടി ചെയ്യട്ടോ. ആ ഇൻഷാ അല്ലാ. ഉമ്മയോടും ആബിദയോടും യാത്ര പറഞ്ഞ് ജാസ്മിനും വണ്ടിയിൽ കയറി. അവളുടെ കയ്യിലും ഒരു ചെറിയ ബാഗുണ്ടായിരുന്നു. അവൾ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും അതിലുണ്ടായിരുന്നു. വലിയൊരു ട്രാവൽ ബാഗിൽ ബാക്കിയുള്ള വസ്ത്രങ്ങൾ മുഴുവനും അവൾ പാക്ക് ചെയ്തു വച്ചിരുന്നു. അത് പിന്നീട് വന്ന് സൗകര്യം പോലെ എടുക്കാമെന്ന് അവൾ കരുതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും. കാർ മുന്നോട്ട് നീങ്ങി. 1/2 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ കാർ എയർപോർട്ടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ജമാലിൻ്റെ കൂടെ ജാസ്മിനും ഇറങ്ങി. അയാളെ യാത്രയാക്കി വന്നതിന് ശേഷം അവൾ കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങി. ടൗണിലെ ഒരു വലിയ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ ജാസ്മിൻ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ കാറിൽ നിന്നും ഇറങ്ങി. കാർ പോയതിന് ശേഷം അവൾ ഫോണെടുത്ത് ഖാലിദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. എന്നാൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഖാലിദിൻ്റെ 2ാമത്തെ നമ്പറിലേക്കും അവൾ വിളിച്ചു. രാത്രിയോടെ അയാൾ കോഴിക്കോട് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ എത്തിയാൽ വിളിക്കണമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഈ ഹോട്ടലിൽ അവൾക്ക് വേണ്ടി ഒരു മുറി ബുക്ക് ചെയ്തു എന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2ാമത്തെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാരണം അറിയാതെ ആശങ്കയോടെ പൊരിവെയിലത്ത് അവൾ അങ്ങനെ അന്തം വിട്ടു നിന്നു. ഇങ്ങനെയൊരു പ്രതിസന്ധി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജാസ്മിൻ്റെ മനസ്സിലൂടെ അപ്പോൾ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. ഖാലിദിനോട് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അയാൾ അത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ജമാലിൻ്റെ കൂടെ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരാമെന്ന് ഉറപ്പിച്ചത്. ഇനി അയാൾക്ക് തന്നോട് താല്പര്യമില്ലേ? അയാൾ എന്നെ പറ്റിക്കാണോ എന്നൊരു ആശങ്ക അവളെ പിടികൂടി. തന്നെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ അത് സമ്മതിച്ചതാണെങ്കിൽ ഇനി ഇങ്ങോട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം വരെയുള്ള കാര്യങ്ങളിൽ നല്ലതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി ശരിയായില്ലെങ്കിൽ തൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് അവൾ കരുതി. ഒരു ദിവസം അവിടെ പോയി താമസിച്ചതിന് ശേഷം താമസം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും മാറാം. എങ്കിലും ഖാലിദ് ചെയ്തത് ശരിയായില്ല എന്ന് അവൾക്ക് തോന്നി. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതാണ്. ഞാൻ ഈ സമയത്ത് ഫ്രീ ആകുമെന്നും പറഞ്ഞതാണ്. ആ സമയത്ത് തന്നെ 2 മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ ഒരിക്കൽ കൂടി ആ 2 ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അവൾ ഹോട്ടലിൻ്റെ നേർക്ക് നോക്കി അവിടെ ഒരു സൈഡിലിരുന്നു. വൈകുന്നേരമാണെങ്കിലും നല്ല ചൂടുണ്ടെന്ന് അവൾക്ക് തോന്നി. ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പോയി അന്വേഷിച്ചാലോ എന്ന ചിന്ത പിന്നീടാണ് അവളുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ അയാൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കീ കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി റെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അയാൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവന് മുൻപിൽ മാനം കെടും. പോണോ വേണ്ടയോ എന്ന ശങ്കയിൽ അവൾ അങ്ങനെ നിന്നു. അപ്പോഴാണ് ഒരു കാർ അവളുടെ മുൻപിൽ വന്ന് നിന്നത്. സൈഡ് ഗ്ലാസുകൾ കൂളിംഗ് ആയതിനാൽ കാറിൽ ഇരിക്കുന്നത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ് താഴ്ന്നു. പരിചയം തോന്നുന്ന ഒരാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അയാൾ കണ്ടു. ജാസ്മിൻ അല്ലേ? അയാൾ പുഞ്ചിരിയോടെ അന്വേഷിച്ചു. അവൾ പതിയെ തലയാട്ടി. എന്നെ മനസ്സിലായോ? ക്ഷമിക്കണം, എനിക്ക് ആളെ കൃത്യമായി മനസ്സിലായില്ല. നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓഫീസിൽ വന്നിട്ടുണ്ട്.
മജീദ് ഹാജിയുടെ കൂടെ. അവൾ മനസ്സിലായി എന്ന അർത്ഥത്തിൽ തലയാട്ടി. എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കാണോ? അയാൾ തിരക്കി. അയാളെ അവൾക്ക് ശരിക്കും മനസ്സിലായിരുന്നു. ഞാൻ എൻ്റെ ഇക്കയെ കാത്തു നിൽക്കുകയാണ്. വണ്ടി സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൾ അയാളോട് ഒരു കളവ് പറഞ്ഞു. ഇക്ക എന്നാണ് നാട്ടിലേക്ക് വന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു. ഞാൻ കുറച്ചു മുമ്പ് നിൻ്റെ ഓഫീസിലേക്ക് പോയിരുന്നു. നിന്നെ കാണാത്തപ്പോൾ അന്വേഷിച്ചു. ലീവിന് നാട്ടിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു. നീ ഇത് ഇതുവരെ നോക്കിയിട്ട് പോലുമില്ല. അയാൾ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ ഇൻസ്റ്റ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്നാണ് പ്രശ്നം. എനിക്കും തോന്നി. വാട്സാപ്പ് നീ അങ്ങനെ നോക്കാറില്ല അല്ലേ? ഞാനന്ന് മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ജാസ്മിൻ അറിയാതെ ഒന്ന് മന്ദഹസിച്ചു. വേണമെങ്കിൽ ഇയാളൊന്ന് കളിപ്പിക്കാവുന്നതേയുള്ളൂ. പക്ഷെ അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ പിന്നെ ഇയാൾ കഴുത്തിൽ നിന്ന് പോവില്ല. ഖാലിദിനെ എങ്ങാനും തൻ്റെ കൂടെ ഇയാൾ കണ്ടാൽ പിന്നെ അത് മതി. പെണ്ണുങ്ങളെപ്പോലെ എല്ലായിടത്തും പാടി നടക്കും. ഇങ്ങനെയുള്ള ആണുങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല. അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. ഖാലിദിൻ്റെ നമ്പറാണെന്ന് കണ്ടതും അവൾ സന്തോഷത്തോടെ അയാളെ നോക്കി. ഇക്ക വിളിക്കുന്നു. ചിലപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ടാവും. മനസ്സില്ലാ മനസ്സിലൂടെ അയാൾ തലയാട്ടി. ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ, മറുപടി തരണേ. അതും പറഞ്ഞ് അയാൾ വണ്ടിയിൽ പോയി. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. നീ വിളിച്ചിരുന്നു അല്ലേ? ഞാനൊരു ഇൻ്റർനാഷണൽ ക്ലയൻറ്റുമായി പ്രധാന മീറ്റിങ്ങിലായിരുന്നു ജാസ്മിനെ. അതാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. നീ ഹോട്ടലിൽ കയറിയില്ലേ? ഇല്ല. ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും അത് എങ്ങനെയോ നിയന്ത്രിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ എങ്ങനെ കയറാനാണ്? നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ലല്ലോ. സോറി ഡിയർ, ഞാനത് പറയാൻ മറന്നു. ഞാനിവിടെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആണല്ലോ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഹോട്ടലിനേക്കാൾ സേഫ്റ്റി അവിടെയല്ലേ? നമുക്ക് നാളെയോ മറ്റന്നാളോ അങ്ങോട്ടേക്ക് മാറാം. അതിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിൽ എൻ്റെ ഒരു സുഹൃത്തും കുടുംബവുമാണ്. അവർ 2 ദിവസത്തേക്ക് അവിടെ താമസിക്കാൻ ചെന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അത് പിന്നെ പ്രശ്നമാവില്ലേ? അവൾ അത് സമ്മതിച്ചു. തൽക്കാലം ആരും ഒന്നും അറിയാതിരിക്കുകയാണ് നല്ലത്. തന്നെ ഉപയോഗിച്ച് വലിച്ചെറിയാനാണ് ഖാലിദിൻ്റെ തീരുമാനമെങ്കിൽ അയാൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിനുള്ള പണികളൊക്കെ തനിക്കറിയാം. ജാസ്മിൻ മനസ്സിൽ പറഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അതെ, റിസപ്ഷനിൽ പോയി നിൻ്റെ പേര് പറഞ്ഞാൽ മതി. നിൻ്റെ പേരിലാണ് ഞാൻ ഈ മുറി ബുക്ക് ചെയ്തത്. പേയ്മെൻറ്റൊക്കെ ഓൺലൈൻ വഴി അടച്ചു കഴിഞ്ഞു. നീ ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാനിപ്പോൾ ആ ഹോട്ടലിൻ്റെ മുമ്പിലുണ്ട്. 1/2 മണിക്കൂറോളമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. സോറി ഡിയർ, എൻ്റെ പ്ലാനിങ്ങിൽ വന്നൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് എന്നായിരുന്നു ഞാൻ കരുതിയത്. മറന്നുപോയതാ. സോറി കേട്ടോ. അവൾ അത് സമ്മതിച്ചു. സാരില്ല, നിങ്ങൾക്ക് വേണ്ടിയല്ലേ. കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 നമ്പർ സ്വിച്ച് ഓഫ് ആയപ്പോഴേ ഞാനൊന്ന് പേടിച്ചു. ഒരു മെസ്സേജ് വിട്ടൂടെ മനുഷ്യ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഇവിടെയുണ്ട് എന്ന കാര്യം മറക്കണ്ട കേട്ടോ. അത് പിന്നെ എനിക്കറിയില്ല ഡിയർ. പിന്നെ ജമാൽ പോകുന്നത് വരെ നിന്നെ എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ. സത്യത്തിൽ ഞാൻ അവൻ്റെ ഫ്രണ്ടാണല്ലോ. അവനെ വിളിക്കാതെ നിന്നെ വിളിക്കുമ്പോൾ അവന് എന്തെങ്കിലും തോന്നിയാലോ? അയാൾക്കൊരു ചുക്കും തോന്നില്ല. ഞാൻ സൗദിയിലേക്ക് തിരിച്ചു ചെന്നാലുടൻ നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമെന്നാണ് അയാളോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ കമ്പനി ആവശ്യത്തിന് വേണ്ടി വിളിക്കുകയാണെന്ന് കരുതിക്കോളും. സംസാരത്തിനിടെ അവൾ റിസപ്ഷൻ്റെ മുൻപിൽ എത്തിയിരുന്നു. ഐ ആം ജാസ്മിൻ. ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു. 1 സെക്കൻഡ് മാം. റിസപ്ഷനിൽ ഇരുന്നിരുന്ന പെൺകുട്ടി അവളെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കീ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. 2nd ഫ്ലോറിലാണ് മാഡം. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. അവൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിന് നേരെ നീങ്ങി. മോളെ, എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലിയിൽ കൂടിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, ഒന്ന് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. പിന്നെ വയറ് നിറച്ച് കഴിക്കണ്ട കേട്ടോ. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കേ. വേഗം വരണേ പൊന്നെ. എനിക്കെൻ്റെ ചക്കരയെ കാണാൻ ധൃതിയായി. അവൾ കൊഞ്ചിക്കൊണ്ട് ഖാലിദിനോട് പറഞ്ഞു. അപ്പോഴേക്കും ഫോൺ കട്ടായി. അവൾ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി മുറിയിലേക്ക് ചെന്നു. അത് വളരെ നല്ലൊരു മുറിയായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണു തള്ളി. ഇനി നല്ല വാടക വരും. ജമാലിൻ്റെ കൂടെ ആണെങ്കിൽ ഇത്രയും സെറ്റപ്പുള്ള ഒരു മുറിയിൽ എന്തായാലും താമസിക്കാൻ കഴിയൂല. ഇവനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം, അവൾ ചിന്തിച്ചു. അവൾ തിരിച്ച് മുറിയിലേക്ക് വന്ന്
വസ്ത്രങ്ങൾ മാറ്റി ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി. അതിനുശേഷം മുറിയിലേക്ക് വന്ന് TV ഓൺ ചെയ്തു. ഇന്നത്തെ രാത്രി ശരിക്കും ആസ്വദിക്കണമെന്നവൾ കണക്ക് കൂട്ടി. ഓൺലൈൻ വഴി വാങ്ങിച്ച സീക്രട്ട് ക്യാമറ മുറിക്കുള്ളിൽ എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അവൾ നോക്കി. 2-3 സ്ഥലത്തായി അവ ഫിറ്റ് ചെയ്തതിന് ശേഷം അവ ഖാലിദിൻ്റെ ശ്രദ്ധയിൽപ്പെടുമോ എന്നതായിരുന്നു അവളുടെ അടുത്ത നോട്ടം. ആണുങ്ങളുടെ സ്വഭാവം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് അനുഭവങ്ങളിൽ നിന്നും അറിയാമായിരുന്നു. തന്നെക്കാൾ മികച്ചൊരു പെണ്ണിനെ കിട്ടിയാൽ അയാൾ ചിലപ്പോൾ തന്നെ ഉപേക്ഷിക്കും. അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ഒരു തെളിവ് വേണം, നഷ്ടപരിഹാരം വേണം. ഇങ്ങനെ കുറച്ച് വീഡിയോകളും ദൃശ്യങ്ങളും രഹസ്യമായി സൂക്ഷിച്ചു വെച്ചാൽ അവ കാണിച്ച് ഭാവി ജീവിതം സൂപ്പറാക്കാം. അത്രയും തുക അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇതൊക്കെ കയ്യിലില്ലെങ്കിൽ ആണുങ്ങൾ പൊടിയും തൊട്ട് എഴുന്നേറ്റ് പോകുമെന്ന് അവൾക്കറിയാം. അവൾ കുറച്ച് വീഡിയോ പകർത്തി നോക്കി. എല്ലാം തന്നെ മൊബൈലിലെ സീക്രട്ട് ഫോൾഡറിലേക്ക് മാറ്റിയതിനു ശേഷം അത് പരിശോധിച്ച് നോക്കി. ഇരയ്ക്കു വേണ്ടി വല വിരിച്ച ശേഷം ചിലന്തിയെപ്പോലെ അവൾ കാത്തിക്കിടന്നു. ഇതൊന്നും അറിയാതെ ഖാലിദ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും.